ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ നിർവചനങ്ങൾ യൂണിറ്റ്സ് അഥവാ ഡെഫിനീഷൻസ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്ന പാഠമാണിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ നമ്മൾ ലാസ്റ്റ് 2 വീഡിയോയിൽ ബലം അഥവാ ഫോഴ്സ്, വർക്ക് അഥവാ പ്രവൃത്തി, ഇതിനെ രണ്ടിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. എന്തൊക്കെയാണ് അതിൻ്റെ ഡെഫിനീഷൻ, അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണെന്നും ഫോഴ്സിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വിട്ടുപോയൊരു കാര്യം, ഫോഴ്സ് എന്ന് പറയുന്നതിൻ്റെ CGS യൂണിറ്റ്, ഓക്കെ, CGS യൂണിറ്റ് ഡൈൻ ആണ്. ഓക്കെ, ഡൈൻ, ഫോഴ്സിൻ്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈൻ ആണ്. ഓക്കെ, ഡൈൻ എന്നാണ് പറയുക. ഫോഴ്സിൻ്റെ CGS യൂണിറ്റ് എന്താണ്? ഡൈൻ ആണ്. ഓക്കെ, പിന്നീട് നമ്മൾ പഠിച്ചത് പ്രവൃത്തി അഥവാ വർക്കിനെ കുറിച്ചിട്ടായിരുന്നു. പ്രവൃത്തി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ ആണ്. ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേര് ജൂളാണ്. ഓക്കെ, പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂളാണ്. ഓക്കെ, മൂടി പറയാണ്, പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂളാണ്. പ്രവൃത്തിയുടെ CGS യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എർഗാണ്. അതെല്ലാം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ പ്രത്യേകം പറഞ്ഞത് ബലത്തിൻ്റെ CGS യൂണിറ്റ് ഡൈൻ ആണ്, പ്രവൃത്തിയുടെ CGS യൂണിറ്റ് എർഗാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പവറിനെ കുറിച്ചാണ്. പവർ അഥവാ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ശക്തി എന്നല്ല നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. പവർ അഥവാ ശക്തി എന്താണ്? പവർ പ്രവൃത്തിയുടെ നിരക്കാണ്. പവർ എന്താണ് പറയുന്നത്? അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. ഓക്കെ, പവർ കാണാനുള്ള ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, വർക്ക് ബൈ ടൈം. ഓക്കെ, നോക്കുക, കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഇത്ര വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ പവർ. ഓക്കെ, വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. ഇത്ര നിശ്ചിത സമയത്തിനുള്ളിൽ ഇത്ര വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ അതാണ് എന്ത്? പവറായിട്ട് അവിടെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ ടി ആണ്. വർക്ക് ഹരിക്കണം ടൈമാണ്. ഇനി ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ യൂണിറ്റ്, ഇത് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൾ പെർ സെക്കൻഡ് ആണ്. പവറിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൾ പെർ സെക്കൻഡ് ആണ്. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ആൻഡ് ഡെഫിനീഷൻ എന്ന് പറഞ്ഞാൽ ചിത്രങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂളാണെന്ന്. അത് ഈ ഒരു വീഡിയോൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂളാണ് അല്ലേ. അപ്പോൾ ഇവിടെ W ഉണ്ട്, Wൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. അപ്പോൾ സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡുമാണ്, അതറിയാം. അപ്പോൾ ജൂൾ പെർ സെക്കൻഡാണ് എന്ത്? നമ്മുടെ പവറിൻ്റെ യൂണിറ്റ്. ഓക്കെ, പവറിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് ജൂൾ പെർ സെക്കൻഡാണ്. ജൂൾ പെർ സെക്കൻഡ്. പവറിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്? ജൂൾ പെർ സെക്കൻഡാണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു യൂണിറ്റ് ഉണ്ട് പവറിന്, നമ്മളെല്ലാം കേട്ട് പരിചയമുള്ള ഒരു യൂണിറ്റ്, വാട്ട്. വാട്ട് എന്ന് പറയുന്നത് എന്താണ്? പവറിൻ്റെ യൂണിറ്റാണ്. ഓക്കെ, ഒരു വാട്ട് എന്ന് പറഞ്ഞാൽ ഒരു ജൂൾ പെർ സെക്കൻഡാണ്. ഓക്കെ, ഒരു വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജൂൾ പെർ സെക്കൻഡാണ്. ഒരു വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ജൂൾ പെർ സെക്കൻഡാണ്. അപ്പോൾ ഇനി അടുത്തത് വാട്ട് എന്താന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. വൈദ്യുത പവറിൻ്റെ യൂണിറ്റാണ് വാട്ട്. ഓക്കെ, വാട്ട് എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ എന്താണ് പറയുന്നത്? വൈദ്യുത പവർ. ഓക്കെ, ഇലക്ട്രിസിറ്റി പവറിൻ്റെ യൂണിറ്റാണ് എന്ത്? വാട്ട്. ഒരു വോൾട്ട് മർദ്ദ വ്യത്യാസത്തിൽ ഒരു ആംബിയർ കറണ്ട് കടന്നു പോകുമ്പോൾ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന പവറാണ് ഒരു വാട്ട്. വാട്ട് മീറ്റർ ഉപയോഗിച്ചാണ് ഇത് അളക്കുന്നത്. വാട്ട് എത്രയെന്ന് അളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? ഒരു വാട്ട് മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ വാട്ട്, ആ പവർ അളക്കുന്നത്. ഓക്കെ, അപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ ശക്തി എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. ഓക്കെ, പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. പവർ കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് ഹരിക്കണം സമയമാണ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്ററോ അല്ലെങ്കിൽ ജൂളോ ആണെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പഠിച്ചിട്ടുണ്ടായിരുന്നു. സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പവർ കാണാനുള്ള ഇക്വേഷൻ വർക്ക് ബൈ സമയമായ സ്ഥിതിക്ക് അതിൻ്റെ യൂണിറ്റ് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ജൂൾ പെർ സെക്കൻഡ് ആയിരിക്കും അല്ലേ? ജൂൾ പെർ സെക്കൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? വാട്ടായിരിക്കും. ഓക്കെ, പവറിൻ്റെ യൂണിറ്റ് വാട്ടായിരിക്കും. ഒരു വാട്ട് എന്ന് പറഞ്ഞാൽ ഒരു ജൂൾ പെർ സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി നമുക്ക് റീവൈൻഡ് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് ബലമാണ്. ബലം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ബലത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂട്ടൺ ആണ്.
ബലത്തിൻ്റെ CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഡൈനാണ്. പിന്നീട് നമ്മൾ പഠിച്ചത് വർക്ക് അഥവാ പ്രവൃത്തിയെക്കുറിച്ചാണ്. പ്രവൃത്തി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സ്വാഭാവികമായിട്ടും ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആയ സ്ഥിതിക്കും അതുപോലെ തന്നെ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്ററുമാണ്. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്ററോ അല്ലെങ്കിൽ ജൂളോ ആണ്. പിന്നീട് നമ്മൾ പഠിച്ചത് പവറാണ്. പവർ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുടെ നിരക്കാണ്. എന്ത് പവർ എന്ന് പറയുന്നത്? പ്രവൃത്തിയുടെ നിരക്ക് ആണ് എന്ത് നമ്മുടെ പവർ. പവർ കാണാനുള്ള ഇക്വേഷൻ W/T ആണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂൾ പെർ സെക്കൻഡ് ആണ്. ജൂൾ പെർ സെക്കൻഡ് ഈക്വൽ ടു എന്താണ്? ഒരു വാട്ടാണ്. ഓക്കെ, അപ്പോൾ വാട്ട് അളക്കാനുള്ള ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? വാട്ട് മീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വാട്ട് മെഷർ ചെയ്യുന്നത്. ഓക്കെ, വൈദ്യുത പവറിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? നമ്മൾ ഈ ഒരു വാട്ട് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് എനർജീനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന ക്ലാസ്സിൽ നമ്മൾ അതിനെ കുറിച്ചിട്ടെല്ലാം പഠിക്കും. ഓക്കെ, പിന്നീട് നമ്മൾ ഈ ഒരു പവർ എന്ന് പറയുന്ന കാര്യം പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള മറ്റൊരു വേർഡാണ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളെല്ലാവരും ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഹോഴ്സ് പവർ HP എന്ന് പറയും. ഈ ഹോഴ്സ് പവറിനെ കുറിച്ച് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ജൂൾ പെർ സെക്കൻഡാണ് ഒരു വാട്ട് എന്ന് പറയുന്നത്. 746 ഏകദേശം 746 വാട്ട് 746 വാട്ടാണ് എന്ത്? ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കുതിരശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 746 വാട്ടാണ്. ഓക്കെ, അതെല്ലാവരും ഒന്ന് മനസ്സിൽ ആക്കുക. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. ഓക്കെ, 746 വാട്ടാണ് എന്ത്? ഒരു ഹോഴ്സ് പവർ. അതെന്തായാലും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഒരു ഹോഴ്സ് പവർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 746 വാട്ടാണ്. നമ്മൾ ഇലക്ട്രിക്കലായി കണക്ക് കൂട്ടി ലഭ്യമാക്കുന്ന ഹോഴ്സ് പവറിനെ ഇൻഡിക്കേറ്റ് ഹോഴ്സ് പവർ എന്നാണ് പറയുക. ഓക്കെ, മെക്കാനിക്കലായിട്ടാണ് നമ്മളത് കണക്ക് കൂട്ടുന്നതെങ്കിൽ അത് ബ്രേക്ക് ഹോഴ്സ് പവർ എന്നാണ് പറയാം. ഓക്കെ, ഇലക്ട്രിക്കലി വരുന്ന ഹോഴ്സ് പവറിനെ നമ്മൾ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്നും മെക്കാനിക്കലി ആയിട്ട് വരുന്നതിനെ നമ്മൾ എന്ത് പറയും? ബ്രേക്ക് ഹോഴ്സ് പവർ എന്നുമാണ് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? പ്രവൃത്തിയുടെ നിരക്കാണ് പവർ എന്ന് പറയുന്നത്. പവർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് ഹരിക്കണം സമയമാണ്. പവറിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂൾ പെർ സെക്കൻഡ് ആണ്. പിന്നീട് മറ്റൊരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടാണ്. വാട്ട് അളക്കുന്നതിനുള്ള ഉപകരണമാണ് വാട്ട് മീറ്റർ. ഒരു ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വാട്ടാണ്. അതുപോലെ തന്നെ 746 വാട്ടുകൾ ചേർന്നാലാണ് ഒരു ഹോഴ്സ് പവർ ഉണ്ടാവുന്നത്. പിന്നെ ഇലക്ട്രിക്കലായി വരുന്ന ഹോഴ്സ് പവറിനെ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്നും മെക്കാനിക്കലായിട്ട് വരുന്ന ഹോഴ്സ് പവറിനെ നമ്മൾ ബ്രേക്ക് ഹോഴ്സ് പവർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പവർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.